കർണാടകയിൽ ഇനി DK യുഗം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജി സമർപ്പിച്ചു. രാജിക്കത്ത് സമർപ്പിച്ചത് കർണാടക ഗവർണറുടെ പ്രത്യേക സെക്രട്ടറി പ്രഭുശങ്കറിനാണ്. ഇനി ആ കത്ത് ഗവർണർക്ക് കൈമാറും. 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയത്തിൻ്റെ പ്രധാന മുഖങ്ങളായിരുന്നു സിദ്ധരാമയ്യയും DK ശിവകുമാറും. പ്രചാരണ വേദികളിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ സംഘാടകനായും ഫണ്ടറായും മുന്നണി പോരാളിയുമായും മാറിയത് DK ശിവകുമാറായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഭൂരിപക്ഷം MLA-മാരും പിന്തുണച്ചത് സിദ്ധരാമയ്യയെ. ഒടുവിൽ ഹൈക്കമാൻഡ് കണ്ടെത്തിയ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയായിരുന്നു 2.5 വർഷം വീതം മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുക എന്നത്. 2.5 വർഷം പൂർത്തിയായപ്പോൾ DK ശിവകുമാർ വീണ്ടും അധികാരത്തിനുള്ള അവകാശവാദം ശക്തമായി ഉന്നയിച്ചു. 5 മാസം കൂടി കഷ്ടിച്ച് പിടിച്ചു നിന്നു സിദ്ധരാമയ്യ. ഒടുവിൽ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശത്തിന് വഴങ്ങി. ഇതോടെ കോൺഗ്രസ് അകത്തളങ്ങളിൽ ഏറെ നാൾ ചർച്ചയായിരുന്ന അധികാരമാറ്റം ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. DK ശിവകുമാറിന് കർണാടക കോൺഗ്രസ് സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനാകുമോ? സർക്കാരിന് പുതിയ ഊർജം നൽകാനാകുമോ? ദക്ഷിണേന്ത്യയിൽ വീണ്ടും ശക്തി പ്രകടനം നടത്താൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് ഇത് രാഷ്ട്രീയ ബൂസ്റ്റാകുമോ? അതോ മുഖ്യമന്ത്രി മാറിയായാലും കർണാടക കോൺഗ്രസിലെ ആഭ്യന്തര അധികാരപ്പോര് തുടരുമോ? സിദ്ധരാമയ്യ വിഭാഗവും DK ക്യാമ്പും തമ്മിലുള്ള യുദ്ധം ഇനി പുതിയ രൂപത്തിലേക്ക് മാറുമോ? ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാവി പോലും സ്വാധീനിക്കുന്ന കർണാടകയിലെ ഈ വലിയ അധികാര രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഫലം എന്താണ്?